കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യണേ? ലൈക്ക് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താ സംഭവിക്കണേ? കല്യാണം കഴിഞ്ഞ എല്ലാരും എൻ്റെ അടുത്ത് യുനാനിമസ്ലി പറയുന്ന കാര്യമാണ് ദൈവത്തെ ഓർത്ത് കല്യാണം കഴിക്കരുതെന്ന്. ആരും എൻ്റെ അടുത്ത് മാരീഡ് ലൈഫ് സൂപ്പറാണ്, നീക്കൊന്ന് കല്യാണം കഴിക്കുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാരും ദൈവത്തെ ഓർത്ത് കല്യാണം കഴിക്കില്ലേ എന്ന് പറയുന്നുള്ളൂ. എന്താ സംഭവിക്കണേ? കല്യാണം കഴിഞ്ഞാൽ എന്താ നിങ്ങക്ക് പറ്റണേ? ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീലാണ്. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവിവാഹിതരായിട്ടുള്ള നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ വായിൽ നിന്ന്, വിവാഹിതരായിട്ടുള്ള ആളുകളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊതുവെ ആളുകൾ പറയുന്ന ഒരു ഡയലോഗാണ്, വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾ എസ്പെഷ്യലി ആണുങ്ങളൊക്കെ പറയുന്ന ഒരു ഡയലോഗാണ്, വിവാഹം കഴിക്കണ്ടായിരുന്നു, സ്വാതന്ത്ര്യം മൊത്തത്തിൽ അങ്ങ് നശിച്ചു, ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങടും ഇങ്ങടും ഒന്നും വിടാനായിട്ട് സമ്മതിക്കത്തില്ല. ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള അവരുടെ ജെനുവിൻ ആയിട്ടുള്ള വിഷമങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇതിനകത്ത് രക്ഷപ്പെടലിൻ്റെ ഒരു മനഃശാസ്ത്രം കൃത്യമായിട്ട് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ത്യയിൽ വിവാഹം എന്നത് വ്യക്തികൾ തമ്മിലുള്ള നിയമപരവും സാംസ്കാരികവും സാമൂഹികവുമായ ഔദ്യോഗിക ബന്ധമാണ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പോലുള്ള മതേതര നിയമങ്ങളോ അതത് സമുദായങ്ങളുടെ വ്യക്തിനിയമങ്ങളോ ആണ് ഇത് നിയന്ത്രിക്കുന്നത്. ഇത് പങ്കാളികൾക്കിടയിൽ നിയമപരമായ അവകാശങ്ങളും കടമകളും കുടുംബബന്ധങ്ങളും സ്ഥാപിക്കുന്നു. മതേതരവും കരാർപരവുമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം പരമ്പരാഗത ഇന്ത്യൻ സമൂഹം വിവാഹത്തെ ആത്മീയമായ ഒരു പുണ്യബന്ധമായും രണ്ടു കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു കുടുംബ കൂട്ടായ്മയായും കാണുന്നു. ഇരു കക്ഷികളുടെയും സ്വമേധയായുള്ള സമ്മതവും പുരുഷന്മാർക്ക് 21 സ്ത്രീകൾക്ക് 18 നിയമപരമായ പ്രായപരിധിയും ഏകഭാര്യാത്വവും ആചാരപരമായ ചടങ്ങുകളോ സിവിൽ രജിസ്ട്രേഷനോ വഴിയുള്ള ഔദ്യോഗിക നടത്തിപ്പും ആവശ്യമാണ്. ആദ്യം ആംബിയൻസ് സെറ്റ് ചെയ്യാണേ. പുറത്ത് നല്ല ചൂട്, വീടിനകത്ത് ഒടുക്കത്തെ ആവി. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വീട്ടിലെ സ്വീകരണ മുറിയിൽ 28 വയസ്സുകാരനായ രാഹുൽ ഇൻസ്റ്റഗ്രാമിൽ മറ്റൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് റീല് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. മുറിയുടെ മറുവശത്ത് 3 വർഷം മുമ്പ് വിവാഹിതനായ അവൻ്റെ കസിൻ വിനീത് ഉണ്ട്. വിനീത് തൻ്റെ കൊച്ചു കുഞ്ഞിനെ വാത്സല്യത്തോടെ താലോലിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ ഭാര്യ 2 കപ്പ് ചൂടുള്ള മസാല ചായയും മുരിഞ്ഞ പഴംപൊരിയുമായിട്ട് അവിടേക്ക് വരുന്നു. ഇതൊക്കെ കണ്ട് രാഹുൽ ഇങ്ങനെ ഓർത്തു, കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിക്കാത്ത ഒരു സുഹൃത്തുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ വിനീത് ഏട്ടൻ പറഞ്ഞ ഡയലോഗ് എന്താണ്? എൻ്റെ പൊന്നും ബ്രോ, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ പോകാൻ പറ, വിവാഹമൊക്കെ ഒരു വല്ലാത്ത ലോക്കാണ്, സ്വാതന്ത്ര്യം എല്ലാം പോയി, നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പറ്റുന്നില്ല, ഫുള്ള് പ്രാരാബ്ധമാണടാ. രാഹുൽ ഇങ്ങനെ ആ ദമ്പതികളെ നോക്കി. സ്നേഹവും പരസ്പരമുള്ള ചിരിയും പരസ്പരം മൗനം പോലും തിരിച്ചറിയുന്ന രണ്ടാളുകൾ, സ്വസ്ഥതയൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു രംഗം അവനിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവൻ വിനീതിനെ നോക്കി ചോദിച്ചു, ചേട്ടാ ഇത് ശരിക്കും ഇത്ര മോശമാണെങ്കിൽ, നിങ്ങളുടെ സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമാധാനമായിട്ട് എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു? നിങ്ങളുടെ മകൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ വാതിൽക്കിലേക്ക് ഓടി വരുമ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് പുഞ്ചിരിക്കുന്നത്? വിനീത് അവനെ നോക്കി ഈ ചായക്കപ്പ് വെച്ച് നാണത്തോടെ പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ ഒരു പറച്ചിലല്ലടാ. ആരെങ്കിലുമൊക്കെ ആണുങ്ങൾ അങ്ങനെ വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ട് നല്ലത് പറഞ്ഞു നീ കേട്ടിട്ടുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആണെന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളുടെ അസൂയൊക്കെ കാരണമാവും. ഭാര്യയാണ് എനിക്കെല്ലാം, അവളില്ലാതെ എനിക്കൊന്നും പറ്റത്തില്ല. പിന്നെ മോളും കൂടി വന്നപ്പോൾ എനിക്ക് വീട്ടിൽ വന്നാൽ എല്ലാം മറന്ന് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ അപ്പ അപ്പ എന്നുള്ള വിളി കേട്ടാൽ മറക്കുന്ന ടെൻഷനൊക്കെ എനിക്കിപ്പോൾ ഉള്ളടാ. ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ എന്നെ സമൂഹം ഒരു വീട്ടുകോന്തനാക്കും, അല്ലെങ്കിൽ വെറും ഭാര്യയുടെ അടിമയാക്കും. ഇപ്പോൾ തന്നെ ക്ലബിലെ പുതിയ പിള്ളേർക്ക് പുച്ഛമാണ്. ഈ കുടുംബവും കുട്ടിയൊക്കെ ഉള്ളവർ മാച്ചിന് ഇറങ്ങണ്ട എന്നൊക്കെയാണ് അവന്മാർ പറയുന്നത്. നമ്മുടെ ഇഞ്ചിപ്പറമ്പിലെ അർജുൻ്റെ കൊച്ചിന് വയ്യാഞ്ഞിട്ട് അവൻ കഴിഞ്ഞ ദിവസം കളിക്കാൻ വന്നില്ല, പകരം ഞാനാ പോയത്. ഈ പിള്ളേർ സെറ്റിന് ഈ പ്രായത്തിൽ ഇതൊന്നും മനസ്സിലാവത്തില്ല. അവനെയൊക്കെ അങ്ങനെ ആക്കാൻ, കായികക്ഷമതയുള്ള മക്കളാക്കി മാറ്റാൻ അവൻ്റെയൊക്കെ അച്ഛനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് ഇവന്മാർ ബാക്കിയുള്ളവരെയൊക്കെ പുച്ഛിക്കുന്നു. പിന്നെ നീ പറഞ്ഞ സുധീഷിൻ്റെ കാര്യം, മുന്നേ വിളിച്ചവൻ, എൻ്റെ പൊന്നട, അവന് ഒരു പെണ്ണിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ല. 37ാമത്തെ പെണ്ണ് കാണല്ല. അവനൊരു കൊച്ചിന് ഇഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാ, സമയമെടുക്കും. അവനോട് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ വിവാഹ ജീവിതം സൂപ്പറാടാ, നീ വീണ്ടും വീണ്ടും ശ്രമിക്കുമെന്ന്? അവനൊരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു നെഗറ്റീവ് അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ രാഹുലെ, മറ്റൊരു കാര്യമുണ്ട്. എനിക്ക് സന്തോഷമാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മറ്റൊരുത്തന് വിവാഹം കഴിച്ചിട്ട് സന്തോഷം കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചിട്ട് വലിയ ഗ്ലോറിഫൈ ചെയ്ത് പറയാറില്ല. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടോടെയൊക്കെ ദാമ്പത്യ ബന്ധം കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഈ വിവാഹം കുടുംബം എന്നൊക്കെ പറയുന്നത് എല്ലാ ആൾക്കാർക്കും വർക്കാവത്തില്ലടാ. അവരുടെയൊക്കെ പുറകെ നടന്ന് നിർബന്ധിച്ച് കുഴി ചാടിക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് ഞാനിതിനെ വലിയ കാര്യമായിട്ട് ഗ്ലോറിഫൈ ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കുടുംബം വേണമെന്നുള്ള ആഗ്രഹമൊക്കെ നിനക്കുണ്ട്. അതുകൊണ്ട് നീ തന്നെ അതിനുവേണ്ടി മെനക്കെട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ ഒറ്റയ്ക്കാവുന്നത് എല്ലാവർക്കും അത്ര സെറ്റാവുന്ന ഒരു കാര്യമൊന്നുമല്ലടാ. അപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല.
ഇതൊരു കഥയൊന്നുമല്ല, ഒരു കഥാസമാനമായിട്ടുള്ള സാഹചര്യമാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും പറച്ചിലുകൾ അത്ര ജെന്യൂനായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടോ? ഇല്ല. ഈ ചെറിയ വൈരുദ്ധ്യമാണ് നമ്മൾ ആദ്യം കേട്ട റീലിലെ ആള് കേട്ട ചില സംഭാഷണങ്ങളുടെ കാതൽ. വിവാഹിതരായിട്ടുള്ള ആളുകൾ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്നേഹവും കൂട്ടായ്മയും ഉപാധികളില്ലാത്ത സ്നേഹമൊക്കെ അനുഭവിക്കുന്നവരാണ് പല ആളുകളും. തങ്ങളുടെ വിവാഹം കഴിക്കാത്ത സുഹൃത്ത് എന്നാൽ ഇവരോട് ഉപദേശം ചോദിക്കുമ്പോൾ മാത്രം ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ പോലെ മുന്നറിയിപ്പ് നൽകി നാടകം കളിക്കുന്നത് എന്തിനാണ്? ഇന്ന് നമുക്ക് ഈ വലിയ സോഷ്യൽ ഫേക്ക്നെസ്സിനെ ഒന്ന് പരിശോധിക്കാം. വിവാഹവിരുദ്ധ പ്രചാരണത്തിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള വശങ്ങളൊന്ന് മനസ്സിലാക്കാം. ഒപ്പം ഒരു യഥാർത്ഥ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിവാഹം ഏറ്റവും ഊഷ്മളവും സ്വാതന്ത്ര്യം നൽകുന്നതുമായ ഒരു സംവിധാനമായിട്ട് പലയിടങ്ങളിലും തുടരുന്നത് എന്തിനാണെന്ന് ഒന്ന് നോക്കാം. പഴയ തലമുറയിലുള്ള ആളുകളെയും ഇപ്പോൾ നമ്മുടെ മില്ലേനിയൽസിനെയൊക്കെ ഒന്ന് നിരീക്ഷിച്ചാൽ ഒരു വിചിത്രമായിട്ടുള്ള സാംസ്കാരിക രീതി അവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. വിവാഹം കഴിക്കാത്ത ഒരു യുവാവ് വിവാഹത്തെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ വിവാഹിതനായിട്ടുള്ള ഒരാളുടെ പെട്ടെന്നുള്ള പ്രതികരണം ഒരു നെടുവീർപ്പായിരിക്കും. സുഖമുള്ള ജീവിതം വേണമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക, സ്വാതന്ത്ര്യം വേണമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക. അവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് യഥാർത്ഥ ദുരിതമാണോ അതോ ഒരു മാനസിക കവചമാണോ? ഒരു എസ്കേപ്പിസമാണിത്. ഒന്നാമത്തെ കാരണം ഞാൻ പറയാം. ചില ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, നാണക്കേട് തോന്നും. എന്നാലും മെയിനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ഭയമാണ്, അല്ലെങ്കിൽ ദൃഷ്ടിദോഷ പേടി. നല്ലത് പറഞ്ഞാൽ ഉറപ്പായും വീട്ടിൽ അടി ഉണ്ടാകുമെന്നൊക്കെ പേടിക്കുന്ന മില്ലേനിയൽസൊക്കെ ധാരാളം ഉണ്ടേ, ജെൻസി അടക്കമുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൽ തങ്ങളുടെ സന്തോഷം വിളിച്ച് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള അന്ധവിശ്വാസമുണ്ട്. എൻ്റെ വിവാഹ ജീവിതം സന്തോഷകരമാണ്, എൻ്റെ പങ്കാളി ഒരു അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ അസൂയയോ ദൃഷ്ടിദോഷമോ വരുത്തി വെക്കുമെന്ന ഭയം ചില ആളുകൾക്കുണ്ട്. ചില ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, നമുക്കിനി സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങാനും വിഷമിച്ചാലോ, അവരെങ്ങാനും നമുക്കിട്ട് വല്ല കൂടോത്രം വെച്ചാലോ, കൂടോത്രം ഒന്നും വെക്കുമെന്നുള്ള പേടിയില്ല, കണ്ണ് വെച്ചാലോ എന്നുള്ളൊരു സിമ്പിൾ പേടിയാണ്. അതൊരു സാമൂഹ്യ രീതിയായിട്ട് ഇങ്ങനെ തുടർന്നു പോവുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഇതുണ്ടെന്നേ. ഒന്നിനെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞിട്ട് നമുക്ക് ശീലമില്ല, നമുക്ക് പേടിയാണ്. കൊച്ചു കുഞ്ഞിനോട് മോനെ നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് നല്ല എളുപ്പമാണ് എന്നുണ്ടെങ്കിലും അവൻ പറയത്തില്ല എളുപ്പമായിരുന്നു, നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് അവൻ പറയത്തില്ല. അവൻ പറയും കുഴപ്പമില്ലായിരുന്നു. പേടിയാണ്. നല്ല കോൺഫിഡൻസ് ഉള്ള പഠിക്കുന്ന ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് പോലും അവൻ്റെ എക്സാം നല്ലതാണെന്ന് പറയാനായിട്ടുള്ള പേടിയാണ്. പിന്നെ വിവാഹ ജീവിതത്തെക്കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോസിറ്റീവായിട്ട് പറയുമോ? പിന്നെ പല ആളുകൾക്കും ഭയങ്കര കെയറായിട്ടായി മനോഭാവമുണ്ട്. ഇപ്പോൾ വിവാഹം കഴിക്കാത്ത അവിവാഹിതരൊക്കെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അയ്യോ അവരോടൊക്കെ ഞാൻ സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നന്മോരം കളിച്ചിട്ട് പറയും വലിയ കഷ്ടപ്പാടാടാ, പിന്നെ അങ്ങ് കഴിച്ചു പോയി, എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഡയലോഗ് അടിച്ച് വിടും. ഇതൊരു പ്രതിരോധ മുഖംമൂടിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ കുടുംബ ജീവിതത്തെക്കുറിച്ചിട്ട് കുറ്റം പറഞ്ഞാൽ, സന്തോഷമില്ല എന്ന് പറഞ്ഞാൽ ഓർക്കുക നിങ്ങൾക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരത് പറഞ്ഞിട്ടുണ്ടാവുക. വിവാഹം കഴിഞ്ഞ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ ഈ ഭാഷ ആയിരിക്കത്തില്ല അവർക്ക്. അവർ വലിയ അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകളെ പോലെ ആയിരിക്കും സംസാരിക്കുന്നത്. ഞാനൊരു കോമൺ സെനാരിയോ പറഞ്ഞാണ് കേട്ടോ. യഥാർത്ഥ ദുരിതങ്ങൾ ഇതിനിടയിൽ ഉണ്ടാവും കേട്ടോ. പക്ഷെ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം പങ്കാളികൾക്കിടയിലുണ്ട്, വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഭൂരിപക്ഷം മലയാളികളും വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്ത് പറയാറില്ല, വലിയ നാണക്കേടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകൾ അത് പുറത്ത് പറയത്തുമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ വെറുതെ ആളുകൾ കണ്ണു വയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ടീംസാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് വിവാഹം കഴിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ പങ്കാളിയൊക്കെ കിട്ടാത്ത സമയത്ത് ഇവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ റീസൺ പറയാം. ഒരു ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള വഴിയായിട്ട് ദുരിതത്തെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കഷ്ടപ്പാടുകളുള്ള ആളെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ കൂടുതലൊന്ന് കെയർ ചെയ്യും അല്ലേ. വിവാഹിതരായിട്ടുള്ള സുഹൃത്തുക്കളുടെ സംഘങ്ങൾ ഒന്നിച്ചിരിക്കുമ്പോൾ തങ്ങളുടെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ തങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് തമാശയായിട്ട് പറയുന്നത് ഒത്തുകൂടാനായിട്ടുള്ള എളുപ്പവഴിയാണ്. അതൊരു അഭിനയമാണ്. അടച്ചിട്ട മുറികൾക്ക് പിന്നിൽ വൈകാരിക സ്ഥിരതയ്ക്കും ആരോഗ്യ പ്രതിസന്ധികൾക്കും ദൈനംദിന സൗകര്യങ്ങൾക്കും ഇതേ ആളുകൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് തങ്ങളുടെ പങ്കാളികളെയാണ്. പിന്നെ ചില ആണുങ്ങളുണ്ട്, അവർ മറ്റ് സ്ത്രീകളോട് വൈവാഹിക ജീവിതത്തെക്കുറിച്ചിട്ട് കുറ്റം പറയുന്നത് ഈ കേൾക്കുന്ന ആളുമായിട്ട് ഒരടുപ്പ് സ്ഥാപിക്കാനായിട്ടൊക്കെ ആയിരിക്കും. വീട്ടിൽ പങ്കാളികളാൽ കഷ്ടപ്പെടുന്നുവെന്ന് കഥ പറയുന്ന, വിഷമങ്ങൾ പറയുന്ന ഓഫീസിലെ രണ്ടാളുകൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാണും പെണ്ണും ഓഫീസ് പ്രണയത്തിൻ്റെയൊക്കെ റീസണായിട്ട് മാറാറുണ്ട്. വിവാഹം കഴിച്ചതുകൊണ്ട് മറ്റ് ആകർഷണങ്ങളോ ഇഷ്ടങ്ങളോ വരാതിരിക്കണോ എന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പലപ്പോഴും അങ്ങനെ തോന്നുന്ന ഇഷ്ടങ്ങളെ ന്യായീകരിക്കാൻ പരസ്പരം നമ്മൾ ഇടപെടുന്നത് ഒരു മോശം ബന്ധത്തിലല്ല കേട്ടോ എന്നൊക്കെ പറയാനായിട്ട്, അവസ്ഥ കൊണ്ടാണെന്നൊക്കെ ന്യായീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സ്വയം പറഞ്ഞ് ആശ്വസിക്കാനായിട്ട് പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിലെ പങ്കാളികൾ അവരുടെ നിയമാനുസൃത പങ്കാളികളിൽ കുറ്റം കണ്ടെത്താറുണ്ട്, അല്ലെങ്കിൽ അവരെ കുറ്റം പറയാറുണ്ട്. നാളെ ഈ ഓഫീസ് പ്രണയം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടൊക്കെ പുറം ലോകം അറിയുന്ന സമയത്ത് ഇവരുടെയൊക്കെ നിയമാനുസൃത പങ്കാളികളെ കുറിച്ചിട്ട് ആരും വെറുക്കുന്ന ഒരു കഥയും ഇവർ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുന്നതാണ്. എല്ലാം മായ തന്നെ ലോകം. ഇനി അടുത്ത മെയിൻ റീസൺ ഉണ്ട്. നിങ്ങൾ അവിവാഹിതയോ വിവാഹിതനോ ആണ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ വിവാഹിതരായിട്ടുള്ള ആളുകൾ നിങ്ങളോട് വിവാഹത്തെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില ബിരുദന്മാർ വലിയ നന്മ മരങ്ങളായിരിക്കും.
നിങ്ങൾക്ക് വിവാഹം കഴിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിഷമമുണ്ട്, അപ്പോൾ നിങ്ങൾ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവേണ്ട, സമ്മർദ്ദത്തിലേക്ക് പോവേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ കള്ളം പറയുന്നതായിരിക്കും കേട്ടോ. വിവാഹം അത്ര മോശമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരറിയാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ആശ്വാസം നൽകുകയാണ്. അത് കേൾക്കുന്ന നിങ്ങളിൽ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസമൊക്കെ കിട്ടുമായിരിക്കും. വിവാഹം അത്ര മോശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ നഷ്ടമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഞാൻ സ്വതന്ത്രനാണല്ലോ. പക്ഷേ ഈ ഒരു തോന്നൽ സ്ഥായിയായിട്ട് നിലനിൽക്കത്തില്ല. ഇപ്പോൾ കന്നിമാസം വരുമ്പോൾ നായ്ക്ക് സാരോപദേശ കഥ പറഞ്ഞു കൊടുത്ത് വീട്ടിലിരുത്താൻ പറ്റത്തില്ലല്ലോ. ഇണയെ ആകർഷിക്കുക, ഇണയെ തേടുക എന്നതൊക്കെ മനുഷ്യൻ്റെ, അതായത് പ്രത്യുൽപാദന പ്രക്രിയയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ്റെ സ്വാഭാവിക ചേതനയാണേ. അതൊന്നും ഞങ്ങൾക്കില്ല എന്നൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ എണ്ണം കൂടുമ്പോൾ മനസ്സിലാക്കുക, ഇതൊരു സങ്കീർണമായിട്ടുള്ള സാമൂഹിക പ്രതിരോധ സംവിധാനമാണ്. മാന്യമായിട്ടുള്ള ഒരു കൂട്ടായ നുണ. കാലം മാറുമ്പോൾ ചില്ലറ പ്രതിസന്ധികളൊക്കെ സമൂഹത്തിലുണ്ടാകും. ചിലർക്ക് ഇണയൊക്കെ ലഭിക്കാനായിട്ട് കാലതാമസം ഉണ്ടാകുന്ന സമയത്ത് അവർ നേരത്തെ തന്നെ ഗിവപ്പ് ചെയ്തിട്ട് വിവാഹവിരുദ്ധ പ്രചാരണങ്ങൾ നടത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില ആളുകളൊക്കെ 5ഉം 6ഉം തിരുട്ട് കല്യാണമൊക്കെ കഴിച്ച് മുങ്ങുന്ന സാഹചര്യങ്ങളുണ്ട്. വാർത്തയിലൊക്കെ കേട്ടിട്ടില്ലേ? ചില ആളുകളൊക്കെ 2ഉം 3ഉം കെട്ടിയിട്ട് വർക്കായിട്ടില്ല, വീണ്ടും ഒന്നുകൂടെയൊക്കെ കെട്ടുന്നുണ്ട്, അവർക്കും ഇണയെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാനൊരു വൻ തോൽവിയാണ്, എന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് അടിച്ച് വീട്ടിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഇണയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ തേടണം. അത് എപ്പോഴാണെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമുള്ളൊരു പരിപാടിയാണ്. എല്ലാ ജീവിയും അങ്ങനെയൊക്കെയാണെന്നേ. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞും അവിവാഹിതയായിട്ട് തുടരുന്നത് കനത്ത ഒരു മാനസിക ഭാരമാണ്. ഒരു വിവാഹം കഴിച്ചാൽ നിങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അതൊന്നും അങ്ങനെ ആരും പറയാറില്ല. സിഗ്മ സ്റ്റാറ്റസ് ഒക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആരും പറയാറില്ല. എനിക്ക് അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഈ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകൾ മുതൽ ഉത്സവ ഒത്തുകൂടലുകളിൽ വരെ കേൾക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നിനക്ക് അതൊന്നും നോക്കിക്കൂടെ, എന്താ ആ കാര്യം, എന്താ ഒന്നും ശരിയാവാത്തത്, ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് ചോദ്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരില്ല. നിങ്ങൾ വിവാഹിതരായി കഴിഞ്ഞാൽ അത്തരം സാമൂഹിക ചോദ്യങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാവും. നിങ്ങൾ വിവാഹിതരായി കുടുംബമായി കഴിഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞും നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെടാനായിട്ട് വരത്തില്ല. നിങ്ങൾ പിന്നെ ഈ ഒരു ലോകത്തിൻ്റെ ഭാഗം തന്നെ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സഹോദരങ്ങളും മാത്രം കാണും, അല്ലാതെ വേറെ ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാനായിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾ ഉണ്ടോ, ഉറങ്ങിയോ, നിങ്ങൾക്ക് ജോലിയുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊന്നും ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് നിശബ്ദമായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അതേപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ചിന് ഈ കാലഘട്ടം വിധേയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ടത്തേതുപോലെ വിവാഹം കഴിച്ചാൽ ഉടനെ തന്നെ കുട്ടികളായില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് ആരും വെറുപ്പിക്കത്തില്ല. അത് ചോദിക്കുന്നത് വലിയ നാണക്കേടാണ് എന്ന് പൊതുവെ ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമയപരിധി വളരെ വിശാലമായിട്ടുണ്ട്. കുട്ടികൾ ആഗ്രഹം ഉണ്ടെങ്കിൽ 30 വയസ്സിന് മുകളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് നീട്ടി വെക്കരുതേ. ഒത്തിരി അങ്ങ് നീട്ടി വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇനി അടുത്ത മെയിൻ കാര്യം, ഒരുമിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്ന 2 മുതിർന്ന ആളുകൾക്ക് പരസ്പരം സാമ്പത്തിക സഹായം നൽകാനും ജീവിത ചെലവുകൾ പങ്കിടാനും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് സുസ്ഥിരമായിട്ട് പദ്ധതിയിടാനും കഴിയും. ബാച്ചിലർ ജീവിതത്തിലെ ക്രമരഹിതമായിട്ടുള്ള അവസ്ഥയൊക്കെ മാറി ചിട്ടയായിട്ടുള്ള ജീവിതക്രമം ഇതുമൂലം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജോലി പോയാലോ, അല്ലെങ്കിൽ ഒരു ജോലിയൊന്നും മാറാനായിട്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് വരുമാനം ഇല്ലാതായാലോ കഞ്ഞുകൂടി മുട്ടത്തില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഗുണമുണ്ട്, മറ്റൊന്നിനും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഗുണം. ദീർഘവും കഠിനവുമായിട്ടുള്ള ഓഫീസ് ജോലികളും ട്രാഫിക് ബ്ലോക്കുകളും സോഷ്യൽ ഡ്രാമയൊക്കെ നേരിട്ടിട്ട് ഒരു നീണ്ട ദിവസത്തിന് ശേഷം നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൾക്കൂട്ടത്തെ അല്ല ആവശ്യം, നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഷെൽട്ടറാണ്. നിങ്ങളുടെ കുറവുകൾ അറിയുകയും നിങ്ങളുടെ മൂഡ് സ്വിങ്ങുകൾ അംഗീകരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു കപ്പ് ചായയൊക്കെ ഇട്ട് തരികയും ചെയ്യുന്ന ഒരു പങ്കാളി ഒപ്പം ഉണ്ടായിരിക്കുക എന്നത് വലിയൊരു ആശ്വാസമാണ്. ഇത് 2 ആളുകളും ഇക്കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് വന്നാൽ, പല യങ്സ്റ്റേഴ്സും പറയുന്ന ഒരു വാദമാണ്, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പാർട്ടിക്ക് പോകാൻ പറ്റുന്നുണ്ട്, യാത്രകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എനിക്കെന്തിനാണ് ഒരു പങ്കാളി. ഇത് നിങ്ങൾ 20കളിൽ കേൾക്കാൻ വളരെ രസകരമാണ്. സൗഹൃദങ്ങൾ വളരെ മനോഹരമാണ്, പക്ഷേ അവ സ്വഭാവത്താൽ താൽക്കാലികമാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള മുൻഗണനകളുണ്ട്, പ്രയോറിറ്റീസ് ഉണ്ട്. 22ാമത്തെ വയസ്സിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ രാത്രി 11 മണിക്ക് ചായക്കടയിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ടാവും. എന്നാൽ 32ാമത്തെ വയസ്സിൽ നിങ്ങളുടെ അതേ സുഹൃത്തുക്കൾക്ക് കരിയറും പങ്കാളിയും EMIകളും രോഗികളായിട്ടുള്ള മാതാപിതാക്കളും പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കരയുന്ന കുട്ടികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുമ്പോൾ നിങ്ങളുടെ സുഹൃത്തിനെ എല്ലാം മാറ്റിവെച്ച് ആശുപത്രിക്ക് ഇടയ്ക്കരികിൽ ഇരിക്കാനായിട്ട് എത്ര ദിവസം പറ്റും? ചിലപ്പോൾ സാധിച്ചേക്കാം, പക്ഷെ മിക്കപ്പോഴും അവരുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം അവരുടെ സ്വന്തം കുടുംബത്തോടാണ്, അവരുടെ പങ്കാളിയോടും കുട്ടികളോടുമാണ്. അതോടൊപ്പം മനസ്സിലാക്കുക, നമ്മുടെ മാതാപിതാക്കളെയും
അമ്മമാരെയും സഹോദരങ്ങളെയും നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവരാണ് നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഭർത്താവ് നല്ലവളും പിന്തുണ നൽകുന്നവളുമായിട്ടുള്ള ഒരു ഭാര്യ അവഗണിച്ചിട്ട് തൻ്റെ കുടുംബത്തെ തൻ്റെ വൈകാരിക നിക്ഷേപമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അമ്മ പറയുന്നത് കേട്ട് തുള്ളുന്ന ഒരു വാവയാണ് എന്നുണ്ടെങ്കിൽ, അവൻ കുടുംബത്തിൻ്റെ അടിസ്ഥാന ഘടനയെ തകർക്കുന്ന ഒരുത്തനാണ്. പങ്കാളികൾ തമ്മിലുള്ള കോർഡിനേഷൻ കൊണ്ട് മാത്രമേ ഒരു കുടുംബമായിട്ട് മാറത്തുള്ളൂ. അമ്മയെ നോക്കാനും അപ്പനെ നോക്കാനും പെണ്ണ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അവരെ നിങ്ങൾ തന്നെ അങ്ങ് നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു കൂട്ടായിട്ട് മാത്രം ഒരു ഇണയെ തേടുക. അപ്പോൾ തന്നെ പല ബന്ധങ്ങളും തകരാതിരിക്കും. ലൈംഗികതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ ഡയലോഗ് ആൾക്കാരടിക്കും. ഇതിനാണോ വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ലൈംഗികത വളരെ പ്രധാനമാണെന്നേ. ആഗ്രഹങ്ങൾ അടക്കി വെച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്നത് സമൂഹത്തിനൊട്ടും നല്ലതല്ല. നിങ്ങൾ അസെക്ഷൽ ആണെങ്കിൽ ഓക്കെ കേട്ടോ, അല്ലാത്തവർക്ക് ഉണ്ടാവില്ല ആഗ്രഹങ്ങൾ. അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കങ്ങോട്ട് താഴുക. ഈ ഇണയെ കണ്ടെത്താൻ വേണ്ടി, ഇണയുമായി ബന്ധപ്പെടാൻ വേണ്ടി ജാടയിട്ട് നിൽക്കുന്ന ഒരു ജന്തു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. യാതൊരുവിധ സംഘർഷങ്ങളുമില്ലാത്ത ദാമ്പത്യമൊന്നും സ്വപ്നം കണ്ടിട്ട് ഈ പറയുന്ന പരിപാടിക്ക് ഇറങ്ങരുത്. അടുപ്പ് എന്നത് സംഘർഷങ്ങളുടെ അഭാവമല്ല, സംഘർഷങ്ങളെ അതിജീവിക്കാനായിട്ടുള്ള ശേഷിയാണ്. വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന വ്യത്യസ്ത ശീലങ്ങളും സ്വഭാവങ്ങളുമുള്ള രണ്ട് വ്യക്തികൾ ഒരു കൂരയുടെ കീഴിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ തീരുമാനങ്ങളിലും ദൈനംദിന കാര്യങ്ങളിലും ഒക്കെ തർക്കങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ഇടവേളകൾ ആവശ്യമുള്ള പ്രക്ഷുബ്ധമായിട്ടുള്ള ഘട്ടങ്ങൾ പോലും ഉണ്ടായേക്കാം. എന്നാൽ ദീർഘകാല പങ്കാളിത്തത്തിന് മാജിക് എന്നത് വഴക്കിന് ശേഷമുള്ള ഒത്തുചേരലാണ്. ദേഷ്യം അലിഞ്ഞു പോകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നിങ്ങൾക്ക് കൂടെ എന്നും ഉണ്ടാകേണ്ടുന്ന വ്യക്തി ഇതാണ് എന്ന് തിരിച്ചറിയുമ്പോഴുള്ള സന്തോഷം അത്ര വലുതാണ്. ഒരു തർക്കങ്ങളുമില്ലാത്ത, തികച്ചും കുഴപ്പങ്ങളില്ലാത്തൊരു ബന്ധമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരയുന്നത് ഒരു മനുഷ്യ പങ്കാളിയല്ല, മറിച്ചൊരു ഭാവനയാണ്. മറുവശം വ്യക്തമായിട്ട് പറയേണ്ടത് പ്രധാനമാണ്. വിവാഹം എല്ലാ ആളുകൾക്കും നിർബന്ധമുള്ള ഒന്നല്ല. ഒരാൾക്ക് ഏകാന്തത ഇഷ്ടമാണെങ്കിൽ, വൈകാരികവും ശാരീരികവുമായിട്ടുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കുട്ടികളെ വളർത്തുന്നതിൽ താല്പര്യമില്ലെങ്കിൽ, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നുവെങ്കിൽ അവർ അവിവാഹിതരായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത്. കുടുംബജീവിതം നിങ്ങളുടെ മാനസിക അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നതിൽ ലജ്ജിക്കേണ്ട ഒരാവശ്യമില്ല. ഒരു ചായക്കടയിലിരുന്ന് ആരെങ്കിലുമൊക്കെ അമ്മമാർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബ്രേക്കപ്പ് കഥ വായിച്ചോ നിങ്ങൾ വിവാഹത്തിൽ നിന്ന് ഓടിക്കളയരുത്. മറ്റൊരാളുടെ വിഷമകരമായിട്ടുള്ളൊരു ബന്ധം, ഒരു എക്സ്പീരിയൻസ് നിങ്ങളെ ഒരു ഊഷ്മളമായിട്ടുള്ള വീട് പണിയുന്നതിൽ നിന്ന്, കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്താനായിട്ട് അനുവദിക്കരുത്. അവസാനമായിട്ട് പറയുകയാണ്, ജീവിതം എന്നത് പരസ്പരമുള്ള വിട്ടുവീഴ്ചകളാണ്. അവിവാഹിതനായിരിക്കുന്നത് നിങ്ങളുടെ സമയത്തിന്മേൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ അത് നിങ്ങളുടെ പ്രതിസന്ധി കാലത്ത് ആരും കൂടെയില്ലാത്ത ഒറ്റപ്പെടലിനും മേബി കാരണമായേക്കാം. വിവാഹം കഴിക്കുന്നത് വിട്ടുവീഴ്ചകളും ക്ഷമയും പരസ്പര സ്നേഹവും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് ഭൂരിപക്ഷം ആളുകൾക്കും പകരം വെക്കാനാവാത്ത ഒരു സൗഭാഗ്യം നൽകുന്നുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒപ്പമുള്ള ഒരു ഉറ്റ സുഹൃത്തിനെ, നിങ്ങളെ നിരുപാധികം സ്നേഹിക്കുന്ന മക്കളെ, എൻ്റെ എന്നതിലുപരി നമ്മുടെ എന്ന് പറയാൻ കഴിയുന്ന ഒരു വീടിനെ, പകൽ മുഴുവൻ നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ചിട്ട് പരാതി പറയുന്ന ഈ കപട ടീംസിൻ്റെ വാക്കുകൾ കേൾക്കരുത്. വിവാഹം ഒരു തടവറയൊന്നുമല്ല, അതൊരു യാത്രയാണ്. അത് വളരെ മെച്യൂറായിട്ടും സ്ട്രെസ്ഫുൾ ആയിട്ടും നിലനിർത്താൻ തയ്യാറുള്ളവർക്ക് അതൊരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഒന്നാണെന്ന് ചിന്തിക്കുക. ചിന്തയോടും യാഥാർത്ഥ്യത്തോടും കൂടെ ജീവിക്കുക. വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. വിവാഹിതരായിട്ടുള്ള ആളുകളും ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, ഹൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.